ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇതേപോലത്തെ ക്യാപ്പുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ ക്യാപ്പുകൾ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് ഇവിടെ യോഗട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഡബ്ബ ഉണ്ടല്ലോ, അതിൻ്റെ ക്യാപ്പാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ക്യാപ്പ് വേണമെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പീസ് ആയാലും മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ അതിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ചെയ്തെടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ ഒരു വൈറ്റ് ബേസ് കോട്ട് കൊടുക്കാൻ കേട്ടോ. ഓൾറെഡി ആ ഒരു യോഗട്ടിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പേരും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ആദ്യം തന്നെ ഒരു വൈറ്റ് കോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന കളറും കുറച്ച് എടുത്ത് കാണിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വൈറ്റ് പെയിൻറ്റ് കൊടുക്കുകയാണ്. നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ വൈറ്റ് പെയിൻറ്റ് നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ ബോർഡർ ലൈനിൽ നമ്മൾ വൈറ്റ് കൊടുത്തിട്ടില്ല, ഓൾറെഡി അതിൽ വൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനൊക്കെ ഈ കളേഴ്സൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ആ ബോർഡർ ലൈൻ വൈറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ വിടുന്നത് കേട്ടോ. അതായത് ഓൾറെഡി അതുമ്പോൾ ഒരു ബോർഡർ പൊന്തി നിൽക്കുന്ന പോലെയുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ വിടുകയാണ്. ബാക്കി ഭാഗത്ത് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറേ കളേഴ്സൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സൈഡിലൊക്കെ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞെടുത്ത് ആ ബോർഡറിൽ ഫുള്ളായിട്ട് വൈറ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സസ് ആയിട്ടുള്ള പെയിൻറ്റൊക്കെ ഒന്ന് പൊളിച്ച് കിടന്ന് അടുക്കാണ്. ഇനി നമ്മളിതാ ഇതേപോലത്തെ കുറച്ച് സ്റ്റോൺസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് മീഷോയിൽ നിന്ന് നാട്ടിൽ പോയ സമയത്ത് മേടിച്ചതാണ് കേട്ടോ. 100 രൂപയ്ക്കൊക്കെ ഒരുപാട് സ്റ്റോൺസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഗ്ലൂവും അതിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈൻസൊക്കെ നമ്മളിതാ ഇതേപോലെ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ടിയർ ഡ്രോപ്പ് ഷേപ്പിലും ഒന്ന് ഡയമണ്ട് ഷേപ്പിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സെൻറ്റർ ഭാഗത്ത് ഒരു പല സ്റ്റൈലിൽ ചെയ്തെടുത്തു കേട്ടോ. കുറച്ച് റൗണ്ടായിട്ടും പിന്നെ കുറച്ച് ഇതായിട്ടും വെച്ച് കൊടുത്തു. പിന്നെ സൈഡുകൾ ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതിന് പല കളറുകൾ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിലൊക്കെ നമ്മൾ സ്റ്റോൺസ് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ കളറിലും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വോളിൽ ഇതേപോലെ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പുകളിലൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും കാണാനായിട്ട്, വോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു ഐഡിയ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും കൂടെ കണ്ടു നോക്കാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.